പെണ്ണ ഇത്? എന്തൊരു ചൂല് കൊണ്ട് മുമ്പ് ഇത് മാറി നിൽക്കടി അങ്ങോട്ട്. അത് കൊള്ളാം. ഇതിനു മുമ്പ് എന്തൊരു ചൂല് കണ്ടിട്ടില്ലേ? ആ ചൂല് കണ്ടിട്ടുണ്ട്, പക്ഷെ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴേ എതിരെ ചൂലും കൊണ്ട് വരുന്ന അപശകുനമാണ്. അമ്മ നല്ല കാര്യത്തിനാണോ ചീത്ത കാര്യത്തിനാണോ പോണെന്ന് എനിക്ക് എങ്ങനെ അറിയാം? ഓ അത് ശരി. അപ്പൊ നിന്നെ ബോധിപ്പിച്ചിട്ടുണ്ടോ എനിക്ക്? അല്ലെങ്കിൽ തന്നെ ചൂല് കണ്ട് എന്തിനാണ് കുഴപ്പം? എടി പെട്ടെ, ചൂലും കൊണ്ട് എതിരെ വരുന്നത് അപശകുനമാണ്. നിനക്ക് അത് വല്ലതും അറിയാമോ? നീ അറിഞ്ഞുകൂടെങ്കിൽ ആരെങ്കിലും ഉണ്ടോ കുടുംബത്തിൽ ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരാനായിട്ട്? അമ്മ എന്തെങ്കിലും പറയുമ്പോ എന്തിനാണ് എന്റെ കുടുംബത്തിലുള്ള പറയണത്? പറഞ്ഞാ നീ എന്ത് ചെയ്യും? സത്യമല്ലേ പറയുന്നത്? പറഞ്ഞു കഴിഞ്ഞാലേ നാളെ മുതൽ ഞങ്ങളുടെ ചൂലും വെച്ചിട്ട് ഇങ്ങനെ നിൽക്കും ഞാൻ. ആണോ? നോക്ക്, അപ്പൊ അറിയാം വിവരം. പിന്നെ ചൂലും കൊണ്ട് മുമ്പേ വന്ന് നിന്നിട്ട് കളങ്ങളാന്ന് വർത്താനം പറയുന്നത്. പിന്നെ ഞാൻ നിൽക്കും. നിക്കും വേണ്ടാ നീനം കാണിച്ചിട്ട് പിന്നെ വായ അടിയോണ്ട് നിൽക്കുന്നത്. നീ ആള് കൊള്ളാവല്ലോ. പ്രശ്നം എന്തുവാ? ഓ എടാ, ഒരു നല്ല വഴിക്ക് ഇറങ്ങുമ്പോഴേ നിന്റെ ഭാര്യക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും. ചൂല് കൊണ്ട് മുമ്പേ വന്ന് നിൽക്കുന്നവള്. എന്താണ് പ്രശ്നം? എന്റെ അണ്ണ, ഞാൻ ഇവിടെ തൂത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഒരാൾ ഇങ്ങനെ സ്റ്റൈലിന് ബന്ധോ ഇതും തൂക്കിക്കൊണ്ട് വരുന്നത്. ഞാൻ അറിഞ്ഞ അമ്മ ഇങ്ങനെ പോകുന്നുള്ള കാര്യം. അമ്മ ഇത്ര നിസ്സാര കാര്യത്തിനാണ് നിങ്ങൾ ഈ സീൻ ഉണ്ടാക്കുന്നത്? ഇടാ മരമണ്ട, ഞാൻ ഇന്നൊരു നല്ല മീറ്റിങ്ങിന് പോവുക. എന്റെ ആത്മവിശ്വാസം അങ്ങ് പോയി കിട്ടും. പോരാങ്കി ഇന്ന് കോടതി കേസുവാ ഇവളാ ജോലി കൊണ്ട് മുമ്പേ വരുന്നത്. അങ്ങനെ സീനൊന്നും ഉണ്ടാവത്തില്ല. അമ്മ ധൈര്യത്തോടെ അങ്ങോട്ട് പോണം. അമ്മ ധൈര്യത്തോടെ പോന്നു. എങ്ങനെ പോകുന്നു? പകരം പരിഹാരം കാണണം. എനിക്ക് എന്തെങ്കിലും ഒരു വഴിപാട് കഴിച്ചിട്ട് ഇവിടുന്ന് പോകാനൊക്കത്തുള്ളൂ. എന്റെ പൊന്നമ്മ, ഇതൊക്കെ ചുമ്മാ ഒരു അന്ധവിശ്വാസം. എങ്ങനെ അന്ധവിശ്വാസം? അന്ധവിശ്വാസം നിന്റെ കെട്ടികളോട് ചോദിക്കുക. അന്ധവിശ്വാസം മൂത്തിട്ടാണോ അവള് ഞാൻ കിടക്കുന്ന കിടക്ക മുഴുവനും ഭസ്മം ഒക്കെ വെതറി കൂടോത്രം ചെയ്ത് വെച്ചെന്ന് ചോദിക്കടാ. കൂടോത്രം? പറയണേ, എന്താ സംഭവം? അത് ഞാൻ പിന്നെ അമ്മ ചുമ്മാ പറ്റിക്കാനല്ല, അത് കള്ള കൂടോത്രമാണ്. അതിൽ കൂടോത്രമൊന്നുമില്ല. എന്റെ പൊന്നു സുരഭി, നിനക്കും തലയിലെ കിളിയൊക്കെ പോയോ? നിന്റെ തലയിൽ പറഞ്ഞ കേട്ടതൊന്നുമില്ല. എന്റെ തലയിൽ കിളിയില്ലെന്ന്. ആഹാ, എന്റെ തലേന്ന് കിളി പോയാൽ ചോദിക്കാൻ പഠിച്ചിട്ടില്ലേ? നീ വളഞ്ഞ വഴി കൂടെ പോകുന്നത്. അല്ലമ്മ. പിന്നെ പിന്നെ ആളെ വിട്ട് എന്റെ കമ്പനി തകർക്കാൻ നോക്കുമ്പോ ഞാൻ കൈയും കെട്ടി ചുമ്മാ ഇരിക്കണോ? പിന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചു. എനിക്ക് വേറെ ഒരു ജോലിയില്ല. നിന്റെ കമ്പനി നോക്കി ഇരിക്കുവാ ഞാൻ. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് തമ്മിത്തല്. ഞാൻ എന്റെ കാര്യത്തിനങ്ങ് പോയി. അതാ നല്ലത്. നിന്റെ ജോലിക്ക് പോ. ഇവിടെ ഇങ്ങനെ സ്വഭാവം. നീ കാണിക്കുന്ന ഓരോന്നിനും നീ പിന്നീട് ഇത് കരയുമല്ലേ? കണ്ടോ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മ മര്യാദയ്ക്ക് ഇരുന്ന അമ്മയ്ക്ക് കൊള്ളാം. അതെ, എനിക്കും പറയാനുള്ളൂ. മര്യാദക്ക് ഇരുന്ന നിനക്ക് കൊള്ളാം. എനിക്കും പറയാം. ആ തുള്ളിക്കൊണ്ട് പോ. നന്നായിരിക്കുന്നു. ആഹാ, രാവിലെ അടിച്ചു പൊളിച്ച് എങ്ങോട്ട് വെച്ചമ്മ? വന്നു അടുത്ത ചൂല്. എന്താ ചൂലുകളുടെ സംസ്ഥാന സമ്മേളനം ഇവിടെ? ഞാൻ പുറത്തേക്ക് പോയപ്പോ വാങ്ങിച്ചത് നല്ല ലാഭത്തിന് കിട്ടി. ആണോ? ശരി. കേട്ടോ, അയ്യോ 50 രൂപയേ ഉള്ളൂ. 100 രൂപ പറഞ്ഞ് 50 രൂപ പറഞ്ഞ് വാങ്ങിച്ചാണ്. ആണോ? ചൂല് ഒരു കോടീശ്വരി 50 രൂപയ്ക്ക് വേണ്ടിട്ട് പിശുക്ക് കാണിക്കുന്നു. ഇന്നത്തെ കാലത്ത് 50 രൂപ എന്തിനുണ്ട്? അമ്മ ഇറങ്ങിയായിരുന്ന മുറ്റത്തേക്ക് ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. പോയാ? പോയി. കുഞ്ഞെ എന്താ? ഒരു സംശയം, ചെറിയ സംശയം. 50 കോടിന്നേ 50 രൂപ പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് വട്ടാവും. ചോദിക്കാൻ കാര്യം അല്ല, ഞാൻ വെറുതെ ചോദിച്ചത്. ഇനി മേലെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കല്ലേ? ഇല്ല, ചോദിക്കണവന് വട്ടെന്നേ ആളുകൾ കരുതും കേട്ടാ. ശരി ശരി. ഇവർക്കെല്ലാം ദൈവം കോടികൾ വാരിക്കോരി കൊടുത്തു. 50 പൈസയുടെ ബുദ്ധി തിന്നിട്ട് നശിപ്പിച്ചത്രേ.